Long. Good afternoon. Good afternoon, ma'am. എല്ലാവരും വില്ലേജ് വേസ്റ്റ് ഒക്കെ കഴിഞ്ഞാറായിരിക്കണേ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണോ? ചാപ്റ്റർ തീരുമല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണോ? ഹലോ, വായിച്ചു നോക്കിയായിരുന്നോ നമ്മുടെ വില്ലേജ് വേസ്റ്റ്? ആരെങ്കിലൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് മനസ്സിലാവുന്നുണ്ടായിരുന്നോ? ടൈപ്സ് ഓഫ് വില്ലേജ് വേസ്റ്റ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഇന്നത്തോടുകൂടി ചാപ്റ്റർ ക്ലോസ് ചെയ്യും. കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. അപ്പൊ നിങ്ങൾ പഠിച്ചു എന്ന് എനിക്കും തോന്നണ്ടേ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, ഷാർപ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽസ്. എന്തായാലും വായിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. കുറച്ചൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. എന്താണ് മെർക്കുറിയുമായിട്ടുള്ള വില്ലേജ് വേസ്റ്റ് ആരെങ്കിലും ഒന്ന് പറയോ? അറിയോ? നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും. മലയാളത്തിൽ പറഞ്ഞാലും മതി. എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും. ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അല്ലെ? ഞാൻ ഇങ്ങനെ ചോദിക്കുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെയാണ് ഞാൻ നേരത്തെ വായിച്ചിരുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കൂ, എന്നിട്ട് പറയാൻ പറ്റുമോ? പറഞ്ഞോളൂ. മെർക്കുറീസ് വില്ലേജ് വേസ്റ്റ് ഹ്യൂമൻ ഹെൽത്തിനും അതുപോലെ എൻവയോൺമെന്റിനും വളരെ എന്താണ് പറയാ എഫക്ട് ചെയ്യും. നമ്മളെ ഡേഞ്ചർ ആണ്. പിന്നെ ആ സമയത്ത് നമ്മൾ ആ ഏരിയ എവിക്ട് ചെയ്യുക, എന്നിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ വിളിക്കുക. പിന്നെ ജ്വല്ലറി എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. പിന്നെ PP കിറ്റ് അതുപോലെയുള്ള നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായ കാര്യങ്ങള് ധരിക്കുക. പിന്നെ ആ സ്പില്ല് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് അത് അവിടെ നിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ആ ക്ലീനപ്പ് ചെയ്തത് അത് എങ്ങനെയാന്ന് വെച്ചാൽ പ്രൊസീജിയേഴ്സ് ഉപയോഗിക്കുക. പിന്നെ അത് എന്തൊക്കെയാണോ നമ്മൾ പ്രൊസീജിയേഴ്സ് ചെയ്തത് അതിന്റെ ഒരു റെക്കോർഡ് തയ്യാറാക്കുക. പിന്നെ ആ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണ കാര്യമുണ്ട് ഇടയിൽ, അത് വിട്ടുപോയി, സോറി മാം. ലാസ്റ്റ് പോയിന്റ് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, നന്നായി തന്നെ കൈകാര്യം ചെയ്തു ബിനീഷ. നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങളുടെ ക്ലാസ് എന്താ പറയാ കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ പറയുമ്പോഴാണ് ഞങ്ങൾക്കൊന്ന് ഹാപ്പി ആവുക. അതുകൊണ്ടാണ് ആരോടെങ്കിലും ഇടയ്ക്ക് ചോദിക്കുക. പക്ഷെ ഒരുപാട് സമയമില്ലാത്തത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറ്. അപ്പോ നമുക്ക് ലാസ്റ്റ് ടോപ്പിക് കൈകാര്യം ചെയ്യാനുണ്ട്, ഒപ്പം ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ട്. ഇനി അത് മാത്രമല്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുണ്ട്. ഇന്നത്തോടുകൂടി എനിക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോ തുടങ്ങാം, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങൾ അത്യാവശ്യം വായിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ക്ലാസ്സിലേക്ക് കിടക്കാലോ? ഓക്കെ അല്ലേ? യെസ് മാം. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മളെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ടെക്നോളജിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് തുടങ്ങിയത്. അതായത് ഈ വില്ലേജ് വേസ്റ്റ് ഇപ്പോഴത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തില് നമുക്ക് ടെക്നോളജി ഉപയോഗിച്ച് ഈ വേസ്റ്റുകളെല്ലാം പെട്ടെന്ന് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സിനേക്കാൾ കൂടുതൽ ടെക്നോളജി വളർന്നത് കൊണ്ട് ടെക്നോളജി ഉപയോഗിച്ച് അധികം പൊല്യൂഷൻസും മറ്റുള്ളവർക്ക് ഹെൽത്ത് ഡിസീസസ് ഒന്നും വരാതെ നമുക്ക് ഇത്തരം സാധനങ്ങളെല്ലാം, ഇത്തരം വില്ലേജ് വേസ്റ്റിനെ നമുക്ക് കൈകാര്യം ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മൾ അതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല, കാരണം നിങ്ങളും കുറെ ദിവസം ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം, റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ. Robotic and automation technologies are being developed to handle danger, waste safely and skillfully. This can help lessen the risk of exposure for healthcare workers and make better the accuracy and speed of waste handling and disposal. നമുക്കറിയാം റോബോട്ട് അല്ലെ, നമ്മൾ ആദ്യം തന്നെ ടെക്നോളജി വളർന്നവരും ആദ്യം തന്നെ കേൾക്കുന്ന ഒരു പദമായിരുന്നു റോബോട്ട് വന്ന് കൈകാര്യം ചെയ്തു അല്ലെ. അതെന്ന് പറഞ്ഞാൽ റോബോട്ടിക് ടെക്നോളജി. അതനുസരിച്ച് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ വേസ്റ്റുകളെല്ലാം
ഹ്യൂമൻ റിസോഴ്സ്, അതായത് മനുഷ്യന്റെ ആ ഇത് കഴിവുകൾ അതായത് മനുഷ്യന്റെ ഹാൻഡ്ലിംഗ് പവർ ഉപയോഗിക്കാതെ ടെക്നോളജി ഉപയോഗിച്ച് റോബോട്ടിക് ടെക്നോളജി ഉപയോഗിച്ച് ഇതെല്ലാം സ്ക്രൂട്ടിനി ചെയ്യും. അതായത് ഓരോരോ സെപ്പറേറ്റ് ആയിട്ട് തരംതിരിച്ച് അത് വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ മെത്തേഡ്സ് എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതായത് കുറച്ച് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതാണ്. അതിന്റെ പദങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നോക്കാം, റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെ, ഈ വേസ്റ്റുകളെ ഒന്നും നമ്മുടെ ഹ്യൂമൻ ബോഡി, നമ്മുടെ ശരീരത്തിനൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഹാൻഡിൽ ചെയ്യാതെ, ഹ്യൂമനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാതെ റോബോട്ടിക്കിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്ത് സ്പീഡില് അത് ആ ഒരു വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. നോക്കുക, റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ടെക്നോളജീസ് ആർ ബീയിങ് ഡെവലപ്ഡ് ടു ഹാൻഡിൽ ഡേഞ്ചറസ് വേസ്റ്റ് സേഫ്ലി ആൻഡ് സ്കിൽഫുള്ളി. അതായത് അത്തരത്തിലുള്ള കഴിവ് ഉപയോഗിച്ചു. ദിസ് ക്യാൻ ഹെൽപ്പ് ലെസൺ ദ റിസ്ക് എക്സ്പോഷർ ഓഫ് അവർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് മേക്ക് ബെറ്റർ. മനസ്സിലായില്ലേ? അവർക്ക് റിസ്കുകൾ, അതായത് ഹെൽത്ത് കെയർ പേഴ്സൺസിനൊന്നും അത്ര റിസ്ക് വരില്ല. ആൻഡ് മേക്ക് ബെറ്റർ ദ ആക്യുറസി ആൻഡ് സ്പീഡ്. അത് നല്ല ആക്യുറേറ്റ് ആയിട്ട് അത് മാനേജ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഒപ്പം സ്പീഡില്, അല്ലെ, നമ്മുടെ മനുഷ്യനേക്കാളും സ്പീഡില് മെഷീൻസ് കൈകാര്യം ചെയ്യും. അപ്പൊ അത് മെഷീൻസ് അത്ര സ്പീഡില് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് എന്ത്? റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ. ഓക്കെയാണോ? മനസ്സിലായോ? റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്നുള്ള ആ ഒരു ടെക്നോളജിയുടെ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ബയോറെമഡിയേഷൻ. ബയോറെമഡിയേഷൻ എന്താണെന്ന് നോക്കാം. എന്താ പറയുന്നത്? ദിസ് ടെക്നോളജി യൂസസ് എ നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് to break down a dangerous waste. This can be effective and environment friendly approach to spillage waste management. ബയോറെമഡിയേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും ഇപ്പൊ നമുക്കറിയാം ഈ ടെക്നോളജി വളരുന്നതനുസരിച്ച് എന്താ നാച്ചുറൽ ആയിട്ടുള്ള ഫംഗസിനെയും ഇതിനെയൊക്കെ നിർമ്മിച്ച് ഈ ബയോളജിക്കലായിട്ട്, അതായത് വേസ്റ്റുകളെ, അത് സൂക്ഷ്മജീവികളെ കൊണ്ട് തന്നെ അത്തരം വേസ്റ്റുകളെ വീണ്ടും അത് മൊത്തമായിട്ട് അണുവിമുക്തമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ, അതാണ് ബയോറെമഡിയേഷൻ ടെക്നോളജി. ബയോറെമഡിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അത് നാച്ചുറലി തന്നെ ഇതുമാതിരി തന്നെ, അതായത് മറ്റു എൻവയോൺമെന്റിനെ ബാധിക്കത്തക്ക വിധത്തിലുള്ള സംഭവങ്ങളല്ല അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ബയോറെമഡിയേഷൻ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ഫംഗസിനെ, ബാക്ടീരിയയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് നാച്ചുറൽ ആയിട്ട് തന്നെ ഇത്തരം വേസ്റ്റിനെ കൈകാര്യം ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബയോറെമഡിയേഷൻ. This technology uses natural biological process to break down dangerous waste. This can be an effective and environment friendly approach to spillage waste management. ഒരിക്കലും എൻവയോൺമെന്റിനെ, അല്ലെ, നമ്മുടെ പ്രകൃതിയെ നാച്ചുറൽ ആയിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യമല്ല ചെയ്യുന്നത്. സാധാരണ അതിനോട് യോജിക്കുന്ന തരത്തിലുള്ള ക്രിയേഷനോട് കൂടിയിട്ടുള്ള ഒരു ഫംഗസിനെയോ എന്താ പറയുക ബാക്ടീരിയയൊക്കെ നിർമ്മിച്ചിട്ട് ഇത്തരം വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്നതാണ്. Okay, next plasma gasification. ആർക്കൊന്നും വേണ്ട, അത് plasma gasification എന്ന് നോട്ട് ചെയ്താൽ മതി. Plasma gasification is a process that uses high temperature to break down unsafe waste, including spillage waste, into its consistent components. അതായത് കറക്റ്റ് കമ്പോണൻസ്, കറക്റ്റ് അളവില് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഹൈ ടെമ്പറേച്ചർ ചില ഇത്തരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അത് അണുവിമുക്തമാവും. ആ ഭാഗം എല്ലാം എന്താ ക്ലിയർ ഔട്ട് ചെയ്യും. അങ്ങനെ അണുവിമുക്തമാക്കുന്ന ഒരു പ്രക്രിയയാണ് പ്ലാസ്മ ഗാസിഫിക്കേഷൻ എന്ന ടെക്നോളജി ഉപയോഗിച്ച് നടത്തുന്നത്. ദിസ് ടെക്നോളജി ക്യാൻ മിനിമൈസ് ദ വോളിയം ഓഫ് വേസ്റ്റ്, lessen the risk of exposure to dangerous substance and retain valuable materials for reuse. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കും? വേസ്റ്റുകളെ ഇപ്പൊ നിങ്ങൾ നാച്ചുറലി നിങ്ങൾ ആലോചിച്ച് നോക്കി, കുറെ ചവറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തീ കൊടുക്കുമ്പോൾ ആ ചവർ എന്ത് ചെയ്യും? പെട്ടെന്ന് കത്തി സാധാരണ ചെറിയൊരു ചാരാനുമായിട്ട് കുറച്ച്, അല്ലെ, മിനിമൈസ് ചെയ്ത് വെക്കും. അത്രയും വേസ്റ്റുകളിൽ നിന്ന് ചെറിയ വേസ്റ്റ് ആയിട്ട് മിനിമൈസ് ചെയ്തു. പക്ഷെ അതൊന്നൊരിക്കലും അങ്ങനെ ടെമ്പറേച്ചർ നടത്തുമ്പോൾ മറ്റു പ്രകൃതിക്ക് മൊത്തത്തിലും എന്തെങ്കിലും പൊല്യൂഷൻ സംഭവിക്കുന്ന വിധത്തിലല്ല. അതെല്ലാം കെയർഫുൾ ആയിട്ട് പഠിച്ചിട്ട് മാത്രമേ അതിന്റെ കൺസ്റ്റിറ്റ്യൂന്റ് എന്താണ് പറയുന്നത്, ആ കമ്പോണൻസ് അനുസരിച്ച് മാത്രമേ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുള്ളൂ. അതെല്ലാം അതനുസരിച്ച് ചെയ്യുമ്പോൾ ഇത്തരം സംഭവങ്ങളെല്ലാം വോളിയം ഓഫ് വേസ്റ്റ് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. ഒപ്പം റിസ്ക് ഓഫ് എക്സ്പോഷർ ടു ഡേഞ്ചറസ് സബ്സ്റ്റൻസ്
ഓക്കെ, വീണ്ടും പറയാം. അത് റീച്ച് വാല്യുബിൾ മെറ്റീരിയൽസ് ഫോർ യൂസ്. അതിന്റെ കാര്യം പറയുന്നത് നമുക്ക് ചില വസ്തുക്കളെല്ലാം നമുക്ക് അപ്പാടെ നശിപ്പിച്ച് കളയാൻ പറ്റില്ല. ഇത്തരം നമുക്കറിയാം എവിടെയൊക്കെയാണ് സ്പില്ലേജ് വേസ്റ്റ് സംഭവിക്കാന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ. അത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത പ്ലേസിലൊക്കെയാണ് ഈ അണുക്കളെല്ലാം താഴേക്ക്. ഇപ്പൊ എന്തെങ്കിലും സിസർ ഉപയോഗിച്ച് നമ്മൾ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്തപ്പോൾ അത് അറിയാതെ താഴെ വീണു. അവിടെ എല്ലാം വിസരണം സംഭവിച്ചുവെങ്കിലും അവിടെയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് നശിപ്പിച്ച് കളയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ചില ആ ഭാഗങ്ങൾ ചിലപ്പോൾ ഫർണിച്ചേഴ്സ് ഒക്കെ റീയൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴെല്ലാം റീയൂസ് ചെയ്യാൻ തക്ക വിധത്തില് മെറ്റീരിയൽസ് എല്ലാം റീയൂസ് ചെയ്യാൻ തക്ക വിധത്തില് ഇത്തരത്തിലുള്ള പ്ലാസ്മ ആസിഫിക്കേഷൻ എന്ന പ്രോസസ്സിലൂടെ എന്ത് ചെയ്യും? ആ മെറ്റീരിയൽസ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ അത് റീയൂസ് ചെയ്യാനും സാധിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഡൗട്ട് ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? എന്താണ് റീച്ചിങ് വാല്യുബിൾ മെറ്റീരിയൽസ് ഫോർ യൂസ്? ഓക്കെ, നെക്സ്റ്റ് ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രി എന്താന്ന് നോക്കാം. ഗ്രീൻ കെമിസ്ട്രി നിങ്ങൾ മനസ്സിലാക്കി പോകട്ടെ. ഈ പദങ്ങളെല്ലാം മനസ്സിലാക്കി പോകാം. റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്താന്ന് മനസ്സിലാക്കാം. ദെൻ ബയോ റെമിഡിയേഷൻ എന്തൊക്കെ ഉള്ളത് ടെക്നോളജിയാണ്. എന്ത് സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ന്യൂ ടെക്നോളജീസിന്റെ പേരുകളാണ് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ, ബയോ റെമിഡിയേഷൻ, പ്ലാസ്മ ഗാസിഫിക്കേഷൻ, ദെൻ ഗ്രീൻ കെമിസ്ട്രി. കേൾക്കുമ്പോ തന്നെ അറിയാം നമ്മുടെ നാച്ചുറലി നമ്മുടെ രസതന്ത്രം എന്ത് പ്രകൃതിയോട് ഇണങ്ങുന്ന രസതന്ത്രം. അത് നോക്കാം. ഗ്രീൻ കെമിസ്ട്രി ഈസ് ആൻ അപ്രോച്ച് ടു chemical design and production that aims at reducing the use and generation of a dangerous substance. നമുക്കറിയാം നമ്മളിപ്പോ ഉപയോഗിക്കുന്ന സോപ്പിലാണെങ്കിലും എന്താ പറയുക ബ്ലീച്ചിങ് എന്ത് പൗഡറിലും ചെറിയ ചെറിയ തോതിലുള്ള ഒരു കെമിക്കൽസ് ഉണ്ട് അല്ലെ. അതെല്ലാം അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളെ പരസ്യം കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും അണുക്കളൊക്കെ എങ്ങനെ നശിപ്പിക്കുന്നു. അവിടെയൊക്കെ നമുക്കറിയാം ചെറിയ തോതിലുള്ള ഒരു കെമിക്കൽസ് ഇതിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് അവിടെ ക്ലീൻ ചെയ്യാൻ. അപ്പൊ ഇത്തരത്തില് പ്രകൃതിക്ക് പ്രോബ്ലംസ് ഒന്നും സംഭവിക്കാത്ത തരത്തിലുള്ള കെമിക്കൽസ് കൂടി യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. This can help bring down the amount of dangerous waste produced, including leakage waste. ലീക്കേജ് ആയിട്ടുള്ള ചോർച്ചകളിൽ, അതായത് കെമിക്കൽ എന്ത് തരത്തിലുള്ള ചോർച്ചകളാണെങ്കിലും ആ ചോർച്ചയിനെയൊക്കെ എന്താ പറയാ മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതെല്ലാം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഇത്തരം കെമിക്കൽ അടങ്ങിയിരിക്കുന്ന പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് എന്താ പറയുക കൈകാര്യം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഈ പദങ്ങളെല്ലാം പുതിയ പേരുകളാണ്, പക്ഷെ മനസ്സിലാക്കി വെക്കുക. ഈ പദങ്ങൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ പറയുന്നത് നാനോ ടെക്നോളജി. നമ്മളെ കേൾക്കുമ്പോൾ തന്നെ അറിയാം നാനോ ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പൊ നാനോ കാർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ചെറിയ ഗണം അല്ലെ, ചെറിയൊരു സംഭവമാണെന്ന് മനസ്സിലായി. നാനോ ടെക്നോളജി ഈസ് ബീയിങ് ഡെവലപ്ഡ് ടു ഗീവ് മോർ എഫക്റ്റീവ് ആൻഡ് എൻവയൺമെന്റ് friendly solutions for dangerous waste management, which includes spillage waste. For example, nanoparticles can be used selectively to bind hazardous substance, making them easier to eliminate and dispose of safely. നമുക്കറിയാം എക്സാമ്പിൾ വെച്ച് നോക്കുക. നാനോ പാർട്ടിക്കിൾസ് ചെറിയ ചെറിയ തന്മാത്രകൾ അല്ലെങ്കിൽ ആറ്റങ്ങൾ, അങ്ങനെ കെമിസ്ട്രി ലാംഗ്വേജിലൊക്കെ പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ആറ്റങ്ങളും ഇത് തന്മാത്രകളൊക്കെ ഉപയോഗിച്ച് മോളിക്യൂൾസ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം എന്ത് സംഭവിക്കും? അത് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റിനെ എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് എന്ത് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. നാനോ ടെക്നോളജി ഈസ് ബീയിങ് ഡെവലപ്ഡ് ടു ഗീവ് മോർ എഫക്റ്റീവ്, അത് കൂടുതൽ കാര്യക്ഷമതയോടും എൻവയോൺമെന്റ് ഫ്രണ്ട്ലി, ശരിക്കും പ്രകൃതിക്ക് പ്രോബ്ലംസ് ഒന്നും സംഭവിക്കാത്ത തരത്തിലുള്ള ഒരു സൊല്യൂഷനാണ് ഫോർ ഡേഞ്ചറസ് വേസ്റ്റ് അല്ലെ. ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് മാനേജ് ചെയ്യുകയും വേണം, എന്ന പ്രകൃതിക്ക് ദോഷങ്ങളൊന്നും സംഭവിക്കാനും പാടില്ല. അപ്പൊ അത്തരത്തില് ചെറിയ ചെറിയ ഘടകങ്ങൾ ഉണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട് ആ ഒരു വേസ്റ്റിനെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതൊരു പുതിയ കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ വേസ്റ്റിനെ ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ കൈകാര്യം ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ PPT ഒക്കെ ഇട്ട് ഹെൽത്ത് കെയർ വർക്കേഴ്സ് എല്ലാം അതൊക്കെ ആ സ്റ്റാഫ് ട്രെയിൻഡ് പേഴ്സൺസ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമണലി അല്ല, ശരിക്കും ഹ്യൂമണലി അതായത് ഹെൽത്ത് പേഴ്സൺസിനൊന്നും ഹെൽത്ത് ഡിസീസസ് ഒന്നും വരാതെ തന്നെ ടെക്നോളജി ഉപയോഗിച്ചിട്ട്
അത്തരം വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ ആണോ? മനസ്സിലായോ? റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ, ബയോ റെമഡിയേഷൻ, വേർഡ്സ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവസാനം കിട്ടും അത്. അപ്പൊ അത് മനസ്സിരുത്തി വായിച്ചു നോക്കിയാൽ മതി. റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ, ബയോ റെമഡിയേഷൻ, പ്ലാസ്മ ഗാസിഫിക്കേഷൻ, ഗ്രീൻ കെമിസ്ട്രി, നാനോ ടെക്നോളജി. ഇത്തരം കാര്യങ്ങളാണ് പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ട് ഉള്ള ടെക്നോളജി ഉപയോഗിച്ച് വില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ട് ഈ ചാപ്റ്ററിന്റെ. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ കൈകാര്യം ചെയ്ത് ഈ നെക്സ്റ്റ് ടൈമിലെങ്കിലും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ ലെസൺ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഇല്ലെങ്കിൽ ഞാൻ ഇത് പറയാം. കുറച്ചു നേരം ഞാൻ ലാസ്റ്റ് 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. അതാണ് ലാസ്റ്റ് 10 മിനിറ്റ്സിലല്ലേ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ മ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. അല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതിപ്പിക്കാം. നാനോ ടെക്നോളജി ഒന്നുകൂടി പറയാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. നാനോ ടെക്നോളജി ഈസ് ബീയിങ് ഡെവലപ്ഡ് ടു ഗീവ് മോർ എഫക്റ്റീവ്. അത് കൂടുതൽ എഫക്റ്റീവ് ആണ്, കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് പറയാം. നമ്മൾ ഇതൊന്നും എപ്പോഴും യൂസ് ചെയ്യുന്ന അല്ലെ, ഹോസ്പിറ്റലുകാർ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട് എന്ത്, നാനോ ടെക്നോളജി എന്ന് പറയുന്നത് മോർ എഫക്റ്റീവ് ആണ്, കൂടുതൽ കാര്യക്ഷമതയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി, അതായത് പ്രകൃതിക്ക് ഇണങ്ങുന്ന ഒരു സൊല്യൂഷൻ കൂടിയാണ്. അത്തരം സൊല്യൂഷൻ ഉപയോഗിച്ച് ഫോർ ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ്, ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാനോ ടെക്നോളജി ഉപയോഗിക്കുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ്, അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? വില്ലേജ് വേസ്റ്റ്, അതിൽ ഈ പറഞ്ഞ എന്താ പറയുക ചോർച്ചകൾ അല്ലെ, ഇത്തരത്തിലുള്ള കെമിക്കൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ്സോ അങ്ങനെയുള്ള, അതായത് ആളുകൾ പ്രസരിപ്പിക്കുന്ന തരത്തിലുള്ള വേസ്റ്റുകളെ കൈകാര്യം ചെയ്യാനായിട്ട് ഈ നാനോ ടെക്നോളജി നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയാണ്. ഫോർ എക്സാമ്പിൾ നാനോ പാർട്ടിക്കിൾസ് ക്യാൻ ബി, എന്താ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നാനോ ചെറിയ ചെറിയ തന്മാത്രകൾ ഉപയോഗിച്ച്, അതായത് ഇത്തരം വേസ്റ്റുകളെ നമ്മൾക്ക് റിമൂവ് ചെയ്യണം. അതിന് എന്തൊക്കെ ഘടകങ്ങളാണ്? ചെറിയ ചെറിയ ഘടകങ്ങൾ, എന്താ പറയാ, മലയാളത്തിലൊക്കെ പറയും ചെറിയ കണങ്ങളൊക്കെ ഉപയോഗിച്ച്, തന്മാത്രകളോ മാറ്റങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത്. അപ്പൊ ക്യാൻ ബി യൂസ്ഡ് സെലക്ടീവ്ലി വെൻ ഹസാർഡ്സ് സബ്സ്റ്റൻസസ് മേക്കിംഗ് ദം ഈസിയർ ടു എലിമിനേറ്റ്. അത് മൊത്തത്തില് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു, ഒഴിവാക്കുന്നു. ആൻഡ് ഡിസ്പോസ് ഓഫ് സേഫ്ലി എന്ന് വെച്ചാൽ സുരക്ഷിതമായിട്ട് ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ കൈകാര്യം ചെയ്യാനായിട്ട് ഇത് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോ നമുക്കറിയാം എന്തൊക്കെ തന്മാത്രകളാണ്, എന്തോരം സൊല്യൂഷൻസ് ആണെന്നൊന്നും പിന്നെ അത് പറയുന്നില്ല. ഇതൊരു ടെക്നിക് ആണെന്നും ഇത് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും അത് മോർ എന്താ പറയുക എഫക്റ്റീവ് ആണെന്നുമാണ് അവരതിൽ പറയുന്നത്. ആണോ? ഇനി എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഇല്ല എങ്കിലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് പറയുന്നു. ഓക്കെയാണ്. നിങ്ങളെന്നാ ക്വസ്റ്റ്യൻസ് ചെയ്തോ? ഓക്കെ അല്ലേ? ഓക്കെ. മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റിന്റെ നിങ്ങൾ എഴുതാൻ നോക്കുക. ഫ്രണ്ട് ഓഫീസ് കഴിഞ്ഞു അല്ലെ? നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, ആ ലെസൺ കഴിഞ്ഞതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയായിരുന്നു. അപ്പൊ ഇതിന്റെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ പറയുകയാണ്, എല്ലാവരും എടുത്തോ? പേനയ്ക്ക് എന്താണ്, പേപ്പറിലാണോ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുന്നത് എടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് labeling and what is the purpose of labeling and signage in village waste management? Signage, SIGNAGE. എന്താ പറയാ, പബ്ലിക്കിനെ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നത്, പബ്ലിക്കിനെ ഡിസ്പ്ലേ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലേബലിംഗ് ആൻഡ് സിഗ്നേജ് ഇൻ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്? എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? What is the purpose of labeling and signage in village waste management? കിട്ടിയോ?
What is the purpose of labeling and thickness in spillage waste management? കിട്ടിയെങ്കിൽ ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് വൺ എ, to identify hazardous materials. First one A, to identify hazardous material. To identify hazardous materials. Second one B, സ്പീഡ് കൂടുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ, ഇത്രയും സ്പീഡിൽ പോകാലോ. ഓക്കെ, അപ്പൊ നോന്ന് പറയുന്നുണ്ട്, രണ്ടും പറയുന്നുണ്ട്. എന്നാൽ ഞാൻ മിനിമൈസ് ചെയ്ത് പറയാം. ഒന്നുകൂടി പറയാം. ടു ഐഡന്റിഫൈ ഹസാർഡ്സ് മെറ്റീരിയൽസ്. ടു ഐഡന്റിഫൈ ഹസാർഡ്സ് മെറ്റീരിയൽസ്. ഫസ്റ്റ് നമ്പർ എ. To identify hazardous materials. Second one, to warn, WARN, warn of potential hazards. Potential hazard, to warn of potential hazards. To warn of potential hazards. First one, to identify hazardous materials. Second one B, to warn of potential hazards. Then third one C, to provide an instruction for spill response. To provide an instruction for spill response. Third one, to provide instruction for spill response. Then fourth one എന്തായിരിക്കും? All of the above. ഇതിനു വേണ്ടിയിട്ടുള്ള ലേബിൾ ചെയ്ത് വെക്കുന്നത് നമുക്കത് ഹസാർഡ് മെറ്റീരിയൽസ് ആണെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മുൻകരുതലുകൾ എടുത്തുകൊണ്ട് അവിടെയൊന്നും ഓടിച്ചെല്ലാൻ പാടില്ല എന്നൊക്കെയുള്ള മുന്നറിയിപ്പ് അല്ലെ, അതാണ് പബ്ലിക്കിനെ മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഇതില് ലേബിൾ ചെയ്യുന്നത്. ഓക്കെ, ആൻസർ പറയുന്നുണ്ട് ഓൾ ഓഫ് ദ എബവ്. ശരിയാണ്, ഓൾ ഓഫ് ദ എബവ്. What is the purpose of labeling and signage in spillage waste management ആണ് ക്വസ്റ്റ്യൻ. അതില് എന്താ പറയുക, ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ എ, ടു ഐഡന്റിഫൈ hazardous materials. ഓപ്ഷൻ ബി, ടു warn of potential hazards. Then C, to provide instruction for spill response. Then fourth one, all of the above. ആൻസർ എന്താണ്? all of the above. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the purpose of what is the purpose of a spill response plan? What is the purpose of a spill response plan? എന്താണ് സ്പിൽ റെസ്പോൺസ് പ്ലാനിന്റെ പർപ്പസ് എന്താന്ന് നോക്കാം. സ്പിൽ റെസ്പോൺസ് പ്ലാൻ, ഇവിടെയും ഓപ്ഷൻസ് നിങ്ങൾ എഴുതാം. ഓപ്ഷൻ എ, ടു ഔട്ട്ലൈൻ പ്രൊസീജിയേഴ്സ് ഫോർ സ്പിൽ ക്ലീനപ്പ്. ഇതിന്റെ നിങ്ങൾ ഒത്തിരി നേരം നിങ്ങൾക്ക് കളയണ്ടല്ലോ, നമുക്ക് ആൻസർ മാത്രം മതിയില്ലേ? എല്ലാത്തിന്റെയും ഈ പറഞ്ഞോളാം ഓപ്ഷൻസ് തന്നാൽ നേരം പോകും. അപ്പൊ ആൻസർ പറയാം. ടു എൻഷുർ, ഓക്കെ യെസ് എന്ന് പറയുന്നുണ്ട്. ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് റെഗുലേഷൻസ്. ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് റെഗുലേഷൻസ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ സ്പിൽ റെസ്പോൺസ് പ്ലാൻ? നമ്മളിങ്ങനെ പ്ലാൻ തയ്യാറാക്കുന്നത് അല്ലേ? അവസാനം നമ്മൾ റിപ്പോർട്ട്, നമ്മള് ബിനീഷ പറഞ്ഞു, എല്ലാം സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു, റിപ്പോർട്ട് വരെയും പറഞ്ഞു അല്ലെ. റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് പറയണം? ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് റെഗുലേഷൻസ്. എന്താ പറയുക, റെഗുലേഷൻസ് നടപടിക്രമങ്ങൾ അനുസരിച്ച് തന്നെ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ, ടു എൻഷുർ ചെയ്യാൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ സ്പിൽ റെസ്പോൺസ് പ്ലാൻ ആണ് ചോദ്യം. ആൻസർ പറയാം. ടു എൻഷുർ കംപ്ലൈൻസ്, സ്പെല്ലിംഗ് COMPLIANCE, കംപ്ലൈൻസ് പാലിക്കാൻ, വിത്ത് റെഗുലേഷൻസ്, വിത്ത് റെഗുലേഷൻസ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ സ്പിൽ റെസ്പോൺസ് പ്ലാൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്തേണ്ടത് ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് റെഗുലേഷൻസ്. ഓക്കെ അല്ലേ? കിട്ടിയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയോ? ആൻസറും കിട്ടിയോ? ഓക്കെ, ദെൻ നെക്സ്റ്റിലേക്ക് പോകാം.
Which of the following is a benefit of a proper spillage waste management? Which of the following is a benefit of a proper spillage waste management? Third one, which of the following is a benefit of a proper spillage waste management? Which of the following is a benefit of a proper spillage waste management? Option കൊടുത്തോ. Option A, reduce the environmental impact. Option A, reduce the environmental impact. Reduce the environmental impact. ചോദ്യം ഒന്നുകൂടി പറയാം. Which of the following is a benefit of a proper spillage waste management? Answer പറയുമ്പോൾ ഓപ്ഷൻ എ, reduce the environmental impact. Okay. Which of the following is a benefit of a proper spillage waste management? നിങ്ങൾ ഈ മാനേജ്മെന്റ് ഒക്കെ ഷോർട്ട് ആയിട്ട് ചെയ്തിട്ടോ. ഞാൻ എന്തായാലും ഈ ക്ലാസ് ഓൾറെഡി അവസാനിപ്പിക്കാനായിട്ടാണ് ഇച്ചിരി സ്പീഡിൽ നോക്കണത്. എനിവേ നമ്മുടെ കഴിയും, നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് ഇതൊക്കെ തീരും. എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. എന്നാലും പറഞ്ഞുതരാം, സ്പീഡ് കുറച്ച് പറയാം. Which of the following is a benefit of a proper spillage waste management? Question. ഓപ്ഷൻ എ, അതന്നെ മാനേജ്മെന്റ്. ഞങ്ങളൊക്കെ മാനേജ്മെന്റ് എന്നൊക്കെ പറയുമ്പോ അതന്നെ നോക്കാം. റെഡ്യൂസ്ഡ് എൻവയൺമെന്റൽ ഇമ്പാക്ട്. Reduced environmental impact. Second one, B, improved public health. Improved public health. Improved public health. Third one, C, increased efficiency. Increased efficiency. Increased efficiency. This one A, reduced environmental impact, improved public health. Then the third one, increased efficiency. Then fourth one, എന്തായിരിക്കും? All of the above. The D ആണ് all of the above. എല്ലാരും വിടും അല്ലെ? എല്ലാരും എന്താണ്? which of the benefit ആണ്? സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. കറക്റ്റ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് നടത്തുകയാണെങ്കിൽ all of the above. ഇതെല്ലാം നന്നായിരിക്കും. ഇതെല്ലാം പെടും. all of the above. Okay, all of the above. അപ്പോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. കിട്ടിയോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. Which of the following is a benefit of a proper spillage waste management? ആൻസർ പറയുന്നത് റെഡ്യൂസ് എൻവയൺമെന്റ് ഇമ്പാക്ട് അല്ലെ? എൻവയൺമെന്റിന്റെ ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യും, കുറയ്ക്കും. ഇംപ്രൂവ്ഡ് പബ്ലിക് ഹെൽത്ത്, അതായത് പബ്ലിക്കിന്റെ ഒക്കെ ഹെൽത്ത് ഒക്കെ ആരോഗ്യം അത് കൈകാര്യം ചെയ്യുന്ന എന്താ പറയുക പ്രോബ്ലംസ് ഡിസീസുകളും ഉണ്ടാവാതെ നോക്കും. ഇൻക്രീസ്ഡ് എഫിഷ്യൻസി, അത് എഫക്റ്റീവായിട്ട് നമുക്ക് ആവശ്യമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓൾ ഓഫ് ദ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടാണ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. Then fourth question ഏതാ? What is the purpose of a personal protective equipment? കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. What is the purpose of a personal protective equipment? ബ്രാക്കറ്റിൽ കൊടുക്കുക PPE അല്ലെ? അത് അതിന്റെ ഷോർട്ട് ഫോം ആണ് PPE. What is the purpose of a personal protective equipment? എന്തില്? ഇൻ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിലെ PPE കിറ്റിന്റെ പർപ്പസ് എന്താണ്? ഉദ്ദേശം എന്തായിരിക്കും? ഉദ്ദേശം അതിട്ടും കൊണ്ട് പോണ സ്റ്റാഫുകൾ എന്തുകൊണ്ടാണ് അതൊക്കെ ഇട്ട് കൈകാര്യം ചെയ്യുന്നത്? യെസ്, ഗുഡ്. പ്രൊട്ടക്ഷൻ. പറഞ്ഞു പ്രൊട്ടക്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാൻ പറയുന്നു. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് PPE ഇൻ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊട്ടക്ഷൻ? അത്രയും പറഞ്ഞു. ഓക്കെ, നിങ്ങൾ മെസ്സേജ് അയക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോ ക്വസ്റ്റ്യൻ കൂടി പറയാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് PPE? ഇതെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ഫ്രം ഹസാർഡ്സ് മെറ്റീരിയൽസ്.
വില്ലേജ് വേസ്റ്റിൽ എപ്പോഴും എന്താണ് ഹസാർഡ്സ് അല്ലെ, അത് അപകടകരമായ വസ്തുക്കളൊക്കെയാണ് ഉള്ളത്. അപ്പോ അത്തരത്തിലുള്ള ആ വേസ്റ്റിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ കിട്ടാൻ, ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ഫ്രം ഹസാർഡ്സ് മെറ്റീരിയൽസ്. പ്രൊട്ടക്ട് വർക്കേഴ്സ് ഫ്രം ഹസാർഡ്സ് മെറ്റീരിയൽസ്. ആൻസർ കിട്ടിയല്ലോ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഇൻ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്? ആൻസർ പറയുന്നു, ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ഫ്രം ഹസാർഡ്സ് മെറ്റീരിയൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ആക്ട്, ഇച്ചിരി ശ്രദ്ധിച്ചു നോക്കാം, ഒക്കെ ഈസി ആയിരുന്നില്ലേ നിങ്ങൾക്ക്? ഇനി അടുത്തതൊന്ന് നോക്കാം, ഇടയ്ക്കിടയ്ക്കൊക്കെ ടഫും വേണ്ടേ. വിച്ച് ആക്ട് കൺസിഡേർഡ് ഫോർ ദ safety of workers? Which act considered for the safety of workers? നമ്മൾ കുറച്ച് ആക്ട് ഒക്കെ പഠിച്ചു അല്ലെ, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് വില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അതില് ഹെൽത്തിനെ, വർക്കേഴ്സിന്റെ ഒക്കെ ഹെൽത്തിനെ കൈകാര്യം ചെയ്യുന്ന ഒരു ആക്ട് ഉണ്ട്. നോക്കാം, അതിന്റെ ആൻസർ നോക്കാം. OSHA ആക്ട്. OSHA ആക്ട് നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പഠിച്ച് ഓർത്തിട്ടുണ്ടാവില്ല അല്ലെ. അത് കുറച്ച് 2-3 ആക്ട് നമ്മളിപ്പോ ഒന്ന് വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടി തന്നിട്ടുള്ളൂ കേട്ടോ. ആക്ച്വലി കുറെ ആക്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ പക്ഷെ അറിഞ്ഞിരുന്നാൽ മതി, ഇങ്ങനെയൊക്കെയുള്ള ആക്ടുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ട് വേണം, നിയമങ്ങളെല്ലാം അനുസരിച്ച് വേണം കൈകാര്യം ചെയ്യാന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അവര് എക്സാമ്പിൾ ആയിട്ട് 2-3 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ OSHA ആക്ട് ആണ്. OSHA, ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആക്ട്. ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആക്ട്. ചോദ്യം ഒന്നുകൂടെ പറയാം. വിച്ച് ആക്ട് കൺസിഡേർഡ് ഫോർ ദ സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്? വിച്ച് ആക്ട് കൺസിഡേർഡ് ഫോർ, ഓക്കെ, എന്താ പറയണേ, ഫോർ ദ സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്? ആൻഡ് ആൻസർ OSHA ആക്ട്, ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആക്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ അല്ലേ? What is the meaning of a hazardous waste? What is the meaning of a hazardous waste? Easy question alle. What is the meaning of hazardous waste? What is the meaning of a harmful aanu? Yes. What is the meaning of a hazardous waste? Ini edengala manasila danger aanu. Okay. റിലേറ്റഡ് ആയിട്ടുള്ള തന്നെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ്ങുകൾ തന്നെയാണ്. ഇനി ഏതെങ്കിലും ആൻസർ ഒക്കെ ഉണ്ടോ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എ ഹസാർഡ്സ് വേസ്റ്റ്? ഡേഞ്ചർ ആണെന്ന് പറഞ്ഞു, ഹാർംഫുൾ ആണെന്ന് പറഞ്ഞു, ടോക്സിക്. യെസ്, ഗുഡ്, ടോക്സിക് ആണ്. അതൊക്കെ തന്നെയാണ് ആൻസർ. ആൻസർ എന്താണ്? വേസ്റ്റ് ദാറ്റ് ഈസ് ടോക്സിക് ഓർ റിയാക്റ്റീവ് അല്ലെ. വില്ലേജ് വേസ്റ്റ് എന്നൊക്കെ പറയുന്നത് സാധാരണ വേസ്റ്റ് അല്ല, അതെല്ലാം ടോക്സിക്. ടോക്സിക് എന്ന് വെച്ചാൽ വിഷപദാർത്ഥങ്ങൾ, കണങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പൊ അത് റിയാക്ട് ചെയ്യുകയും ചെയ്യും. റിയാക്ട് അല്ലെ, എന്തെങ്കിലും ഇപ്പൊ മെർക്കുറി ഒക്കെ ആണെങ്കിൽ റിയാക്ട് ചെയ്യുന്ന നേരത്തെ ആൻസർ പറഞ്ഞില്ലേ, മെറ്റൽസിനൊക്കെ റിയാക്ട് ചെയ്യും. അപ്പൊ അതെല്ലാം അത്തരം വേസ്റ്റുകളെല്ലാം ഹസാർഡ്സ് വേസ്റ്റ് ആണ്. വേസ്റ്റ് ദാറ്റ് ഈസ് ടോക്സിക് ഓർ റിയാക്റ്റീവ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹസാർഡ്സ് വേസ്റ്റ് എന്നാണ് ചോദ്യം. Waste that is toxic or reactive. Then നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Which of the following is an example of a ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, നോൺ ഹസാർഡ് വേസ്റ്റ്. നോൺ ഹസാർഡ്സ് വേസ്റ്റ്, വില്ലേജ് വേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, PDF ആണ്. അപ്പൊ അത് മൊത്തത്തില് നിങ്ങൾ അവെയർ ചെയ്ത് വെക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ നോൺ ഹസാർഡ്സ് വേസ്റ്റ്? എന്താണ് നോൺ ഹസാർഡ്സ് വേസ്റ്റ്? എന്തൊക്കെയായിരിക്കാം?
ഈ പറഞ്ഞോണം ടോക്സിക്കും റിയാക്റ്റീവ് അല്ലാത്ത വേസ്റ്റുകൾ അല്ലെ. നമുക്ക് നോക്കാം. ഓപ്ഷൻ നമ്പർ എ ഫുഡ് വേസ്റ്റ്, ഓപ്ഷൻ നമ്പർ എ ഫുഡ് വേസ്റ്റ്, പേപ്പർ വേസ്റ്റ്, ഓക്കെ, ഗ്ലാസ് വേസ്റ്റ്, അങ്ങനെയുള്ള വേസ്റ്റുകൾ, ബയോളജിക്കൽ വേസ്റ്റ്. അതെ, അത് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കില്ല, പ്രകൃതിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കില്ല. ഫുഡ് വേസ്റ്റ്, പേപ്പർ വേസ്റ്റ് അല്ലെ, പേപ്പറൊക്കെ നമുക്ക് അതേസമയം പ്ലാസ്റ്റിക് പറ്റുമോ? ഇല്ല. അതെല്ലാം പ്രോബ്ലം ഉണ്ടാക്കും, പ്രകൃതിക്ക് റിയാക്ഷൻ നടത്തുന്ന വേസ്റ്റുകളാണ്. അപ്പൊ ഫുഡ് വേസ്റ്റ്, പേപ്പർ വേസ്റ്റ്, ഗ്ലാസ് വേസ്റ്റ്. ഗ്ലാസ്സുകളാണെങ്കിൽ നമ്മൾ ഹ്യൂമൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ കൈ അതൊക്കെ മുറിയും. അതേസമയം പ്രകൃതിക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും സംഭവിക്കില്ല. ഗ്ലാസ് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, പേപ്പർ വേസ്റ്റ്, ഗ്ലാസ് വേസ്റ്റ്. എന്തായിരിക്കും ഓപ്ഷൻ നമ്പർ ഡി? ഓൾ ഓഫ് ദ എബവ്. ഓൾ ഓഫ് ദ എബവ്. ആൻസർ എന്തായിരിക്കും? ഡി, ഓൾ ഓഫ് ദി എബവ്. ഓക്കെ, ചോദ്യം ഒന്നുകൂടി പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ നോൺ ഹസാർഡ്സ് വേസ്റ്റ്? അപ്പോ എന്താണ്? ഫുഡ് വേസ്റ്റ്, പേപ്പർ വേസ്റ്റ്, ഗ്ലാസ് വേസ്റ്റ്. ആൻസർ ഓൾ ഓഫ് ദ എബവ്. ഇനി നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, വാട്ട് ഈസ് ദ പ്രൈമറി കൺസേൺ? Concern spelling is CONCERN. What is the primary concern when dealing with the chemical spillage waste? When dealing with the chemical spillage waste, എന്താണ് കൺസേണിന്റെ മീനിങ്? എന്തൊക്കെ ആശങ്കകളാണ് അല്ലെ? വാട്ട് ഈസ് ദ പ്രൈമറി കൺസേൺ when dealing with chemical spillage waste? സ്പില്ലേജ് വേസ്റ്റ്, കെമിക്കൽ ആയിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ ആശങ്കകൾ ഉണ്ടാകാം? ചോദ്യം പറയാം. വാട്ട് ഈസ് ദ പ്രൈമറി കൺസേൺ? കൺസേൺ സ്പെല്ലിംഗ് CONCERN. വാട്ട് ഈസ് ദ പ്രൈമറി കൺസേൺ? കൺസേൺ എന്ന് വെച്ചാൽ ആശങ്കകൾ. when dealing with the chemical spillage waste. When dealing with the chemical spillage waste. When dealing with the chemical spillage waste. ഓപ്ഷൻ എഴുതിക്കോ. ഓപ്ഷൻ നമ്പർ എ എൻവയോൺമെന്റൽ കണ്ടാമിനേഷൻ. ഓക്കെ, സ്കിൻ ഇറിറ്റേഷൻ. ഓക്കെ, ആൻസർ ആണ്. അപ്പൊ നോക്കാം. ഓപ്ഷൻ നമ്പർ എ എൻവയോൺമെന്റൽ കണ്ടാമിനേഷൻ. ഇതെല്ലാം പെടും അല്ലെ? സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ആശങ്കകളുണ്ട് കെമിക്കൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ. നോക്കാം. എൻവയോൺമെന്റൽ കണ്ടാമിനേഷൻ. ഓപ്ഷൻ നമ്പർ ബി ഫയർ ആൻഡ് എക്സ്പ്ലോഷൻ റിസ്ക്. ഫയർ ആൻഡ് എക്സ്പ്ലോഷൻ റിസ്ക് അല്ലെ, തീ പിടിക്കാൻ സാധ്യതയുണ്ടോ? ഒപ്പം പ്രകൃതിക്ക് എന്തെങ്കിലും കണ്ടാമിനേഷൻ എന്ന് വെച്ചാൽ ആ പ്രകൃതി മലിനീകരണം സംഭവിക്കാം. പ്രകൃതിക്ക് അറ്റ്മോസ്ഫിയറിന് എന്തെങ്കിലും മലിനീകരണം സംഭവിക്കാം. ഫയർ ആൻഡ് എക്സ്പ്ലോഷൻ റിസ്ക്, തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ? കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആണ് കൈകാര്യം ചെയ്യുക. ദെൻ നമ്പർ സി എക്സ്പോഷർ ടു ടോക്സിക് സബ്സ്റ്റൻസസ് അല്ലെ, എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞ സ്കിൻ ഡിസീസസ്, എന്തെങ്കിലും ടോക്സിക്, എന്തെങ്കിലും വിഷപരമായിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും അലർജി ഡിസീസസോ അല്ലെങ്കിൽ എന്താ പറയാ സ്റ്റൊമക്ക് എന്താ പറയുന്ന റെസ്പിറേറ്ററി, അതന്നെ ഞാൻ പറയാൻ വന്ന വേർഡ് തന്നെ പറഞ്ഞു, റെസ്പിറേറ്ററി പ്രോബ്ലംസ് അല്ലെ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതാണ് എക്സ്പോഷർ ടു ടോക്സിക് സബ്സ്റ്റൻസസ്. Then option number D എന്തായിരിക്കും? all of them. all of them അല്ലെ, എല്ലാം പെടും. all of them. ഓപ്ഷൻ നമ്പർ ഡി ആണ് ആൻസർ. എന്താണ്? ഓപ്ഷൻ നമ്പർ എ എൻവയോൺമെന്റൽ കണ്ടാമിനേഷൻ. Then option number B fire and explosion risk. Then option number C exposure to toxic substances. Then D പറയുന്നു all of them അല്ലെ, എല്ലാം മൂലയിൽ പറയുന്നതെല്ലാം. ഓപ്ഷൻ നമ്പർ സി ചോദിക്കുന്നത് എക്സ്പോഷർ ടു ടോക്സിക് സബ്സ്റ്റൻസസ്, അതായത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടോക്സിക്കുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മൊത്തത്തിലുള്ള രോഗങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ടോക്സിക് സബ്സ്റ്റൻസ്. എന്തെങ്കിലും നമ്മൾക്ക് അല്ലെ ഹെൽത്തിനെ എഫക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംഭവിക്കുക, എന്തെങ്കിലും വിഷപദാർത്ഥങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് സ്കിന്നിന് ഡിസീസ് ചെയ്യാം, ഈ പറഞ്ഞ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാക്കാം. അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ഈ കെമിക്കൽ സ്പില്ലേജ് വെച്ച് കൈകാര്യം ചെയ്യുമ്പോൾ വരും എന്നുള്ളതാണ്. എക്സ്പോഷർ ടു
എക്സ്പോഷർ എന്ന് പറയുന്നത് വ്യാപിക്കുന്നു. ടു ടോക്സിക് സബ്സ്റ്റൻസ്, ടു ടോക്സിക് സബ്സ്റ്റൻസസ്. അപ്പോ കിട്ടിയില്ലേ? എട്ടാമത്തെ പോയിന്റും കിട്ടി. ദെൻ എട്ടാമത്തെ ചോദ്യം ആൻസറും കിട്ടിയില്ലേ? ഓക്കെ ഓക്കെ, നെക്സ്റ്റിലേക്ക് കിടക്കാം. വിച്ച് ടെക്നോളജി ഈസ് being used to which technology is being used to which technology is used to automate waste sorting in village waste management? Automate waste. Which technology is being used to automate waste sorting in village waste management? Okay, good. Answer പറഞ്ഞു കഴിഞ്ഞു. ആൻസർ പറഞ്ഞു. Which technology is being used to automate waste sorting in village waste management? നമ്മളിപ്പോ ലാസ്റ്റ് എടുത്ത ടോപ്പിക് എന്നുള്ളതാണ്. Which technology is being used to automate waste sorting in village waste management? ശ്രദ്ധിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോ ആൻസർ എന്താ? റോബോട്ടിക്. ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്നാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് പഠിച്ചത്. അത് തന്നെ ഇവിടെ ചോദ്യം വന്നത്. വിച്ച് ടെക്നോളജി ഈസ് ബീയിങ് യൂസ്ഡ് ടു ഓട്ടോമേറ്റ് വേസ്റ്റ് സോർട്ടിംഗ് ഇൻ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്? ആൻസർ റോബോട്ടിക്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി എഴുതാം. ഓക്കെ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. What is the benefit of using nanotechnology in village waste management? What is the benefit of using nanotechnology in village waste management? What is the benefit of using nanotechnology in village waste management? Option number A. Option number A. Improve waste treatment efficiency. Improve waste treatment efficiency. Improve waste treatment efficiency. Improve waste treatment efficiency. Then next number B. Enhance waste containment and cleanup. Enhance waste containment and cleanup. Enhance waste containment and cleanup. Okay, environment friendly solution. Yes. Then C, support waste to നോക്കാട്ടോ. ആദ്യം മുതലേ എന്താന്ന് മെയിൻ ചെയ്തേക്കണേ നോക്കുക. ഫസ്റ്റ് വൺ പറയുന്നു ഇംപ്രൂവ് വേസ്റ്റ് ട്രീറ്റ്മെന്റ് എഫിഷ്യൻസി. സെക്കൻഡ് വൺ എൻഹാൻസ് വേസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ക്ലീനപ്പ്. Then third one C, supports waste to energy conversion. Supports waste to energy conversion. Option number D പറയുന്നു all of the above. നാനോ ടെക്നോളജി നമ്മൾ ലാസ്റ്റ് പിടിച്ച പോയിന്റ് ആണ്. അപ്പൊ അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് എന്താ ഇപ്പോഴത്തെ കാലത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഏറ്റവും ഇതാണ്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ഇംപ്രൂവ് വേസ്റ്റ് ട്രീറ്റ്മെന്റ് എഫിഷ്യൻസി ആയിട്ട് ട്രീറ്റ്. ഓക്കെ, ഡി തന്നെയാണ് ആൻസർ. ഇംപ്രൂവ്സ് വേസ്റ്റ് ട്രീറ്റ്മെന്റ് എഫിഷ്യൻസി. രണ്ടാമത് പറയുന്നത് അതായത് കാര്യക്ഷമതയോടുകൂടി അത് വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. Then B പറയുന്നു എൻഹാൻസ് വേസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ക്ലീനപ്പ്.
ക്ലീൻ ചെയ്യാൻ മൊത്തത്തില് അത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട്, അതായത് ആ വേസ്റ്റ് ക്ലിയർ ഔട്ട് ചെയ്യാൻ സാധിക്കുന്നു. സപ്പോർട്ട്സ് വേസ്റ്റ് ടു എനർജി കൺവേർഷൻ, ഇനി എനർജിക്ക് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട്, അത് കൈകാര്യം ചെയ്യാനായിട്ട്, കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓൾ ഓഫ് ദ അബോവ് ഇതെല്ലാം എന്താണ് നാനോ ടെക്നോളജിയുടെ ഗുണങ്ങളാണ്. അതുകൊണ്ടാണ് മോസ്റ്റ് അത് എന്താ പറയുന്നത്, നല്ല ഒരു ബീയിങ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാന്ന് പറയുന്നത് നാനോ ടെക്നോളജി. അപ്പോ ആൻസറിൽ അവസാനം ഓൾ ഓഫ് ദ അബവ് ആണ്. അത് തന്നെയാണ് ആൻസർ. ഓപ്ഷൻ നമ്പർ എ ഇംപ്രൂവ് വേസ്റ്റ് ട്രീറ്റ്മെന്റ് എഫിഷ്യൻസി, ബി എൻഹാൻസ് വേസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ക്ലീനപ്പ്, ഓപ്ഷൻ നമ്പർ സി സപ്പോർട്ട്സ് വേസ്റ്റ് ടു എനർജി കൺവേർഷൻ, then fourth one D all of the above. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടിയോ? കിട്ടി. ഇനി എന്തെങ്കിലുമൊക്കെ കിട്ടാത്തതുണ്ടോ? ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടാത്തതുണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടാത്തതുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ചോദിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹസാർഡ്സ് വേസ്റ്റ്? ഇതിപ്പോൾ നോട്ട് ചെയ്തോളൂ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹസാർഡ്സ് വേസ്റ്റ്? എന്താണ് ഹസാർഡ്സ് വേസ്റ്റിന്റെ മീനിങ്? ആൻസർ പറയാം. വേസ്റ്റ് ദാറ്റ് ഈസ് ടോക്സിക്, TOXIC, ടോക്സിക് ഓർ റിയാക്റ്റീവ്. നിങ്ങൾ ഈ നേരത്തെ ഈ ആൻസേഴ്സ് അങ്ങോട്ട് പഠിച്ചെടുത്തോട്ടോ. അപ്പൊ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണൂലേ? ഇത് പഠിക്കാനായിട്ട് വേറെ സമയം വയ്ക്കണ്ട. കഴിഞ്ഞവരെല്ലാം ഇതോടൊപ്പം തന്നെ അങ്ങനെ പഠിച്ചു പോവുക. ആരോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലേബലിംഗ് ആൻഡ് സിഗ്നേജ്? What is the purpose of labeling and signage in village waste management? What is the purpose of labeling and signage in village waste management? Signage, SIGNAGE. Signage in village waste management. Option number A, to identify hazardous materials. Total 9th question അല്ല കേട്ടോ. 10th question ഞാൻ പറഞ്ഞില്ലേ? എല്ലാവർക്കും 9th ക്വസ്റ്റ്യൻ കിട്ടിയുള്ളൂ? അതെ അതെ, അഡ്മിനിസ്ട്രേഷൻ ആക്റ്റീവ് ആണ്. ഓക്കെ, എല്ലാവർക്കും 10th ക്വസ്റ്റ്യൻ കിട്ടിയിട്ടോ? ആർക്ക് 9 ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് അറിയില്ല. നിങ്ങൾ നെറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും സംഭവിച്ചോ? ഞാൻ 10 ക്വസ്റ്റ്യൻസ് പറഞ്ഞു കേട്ടോ. അപ്പൊ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് ഒന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. ടു ഐഡന്റിഫൈ ഹസാർഡ്സ് മെറ്റീരിയൽസ്, ബി to warn of potential hazards, then option number C, to provide instruction for spill response, then D, all of the above. എന്താണ് ലേബലും അല്ലെങ്കിൽ എന്താ പറയുക പബ്ലിക്കിന് ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ചോദ്യം. ഹസാർഡ്സ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞു, ഹസാർഡ്സ് വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ലേബിൾ ചെയ്ത് വെക്കുന്നത് എന്താന്ന് പറഞ്ഞു. അപ്പൊ അതില് ടു ഐഡന്റിഫൈ ഹസാർഡ്സ് മെറ്റീരിയൽസ്, ടു വാൺ എ പൊട്ടൻഷ്യൽ ഹസാർഡ്സ്, to provide instructions for spill response, all of that power. Answer all of that. 7th point ചോദിക്കുന്നുണ്ട്. Which of the following is an example of a non-hazardous waste? എന്താണ് നോൺ ഹസാർഡ് വേസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ആൻസർ എന്താണ്? ഓപ്ഷൻ നമ്പർ എ ഫുഡ് വേസ്റ്റ്, ഓപ്ഷൻ നമ്പർ ബി പേപ്പർ വേസ്റ്റ്, ഓപ്ഷൻ നമ്പർ സി ഗ്ലാസ് വേസ്റ്റ്. അതെ അതെ, ആൻസർ ഒക്കെ വേഗം ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓൾ ഓഫ് ദ അബവ്. ശരിക്കും എന്താ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ അബവ്. അപ്പോ ഇനി ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടി അല്ലെ? എല്ലാവരും കിട്ടുക മാത്രമല്ല പഠിച്ചും കഴിഞ്ഞു അല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഈ ലെസൺസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിഗ്നേച്ചർ പറയാവോ? എന്തോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാവോ? What is the purpose of a spill response plan?
സ്പിൽ റെസ്പോൺസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് എ സ്പിൽ റെസ്പോൺസ് പ്ലാൻ? അതിന്റെ ഉദ്ദേശം എന്താ? അതിന്റെ ആൻസർ ഓപ്ഷൻ തന്നെ വെച്ചാണ് പറഞ്ഞത്. അതായത് ഓപ്ഷൻ നമ്പർ എ, ടു ഔട്ട്ലൈൻ പ്രൊസീജിയേഴ്സ് ഫോർ സ്പിൽ ക്ലീനപ്പ്. ടു ഔട്ട്ലൈൻ പ്രൊസീജിയർ, അത് മൊത്തം ഓപ്ഷൻസ് ഞാൻ പറഞ്ഞില്ല, തുടങ്ങിയേ ഉള്ളൂ. ആൻസർ മാത്രം എഴുതിയാൽ മതി, ഒരാൾ മാത്രം വേറിട്ട് എഴുതണ്ട. ആൻസർ എന്താ? ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് റെഗുലേഷൻസ്. ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് റെഗുലേഷൻസ്, അതായത് ഈ റെഗുലേഷൻസ് ഒക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കുന്നത്. കറക്റ്റായിട്ട് നമ്മൾ അവസാനം എന്താ പറയാ, റിപ്പോർട്ട് തയ്യാറാക്കും അല്ലെ? കംപ്ലൈൻസിന്റെ സ്പെല്ലിങ് COMPLIANCE. കംപ്ലൈൻസ്, പാലിക്കുക. കംപ്ലൈന്റ് അല്ല, കംപ്ലൈൻസ്. COMPLIANCE. നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ എന്താ പറയുക, മൊഡ്യൂൾ 1-ലെയാണ് എടുക്കുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ 3 ആയിട്ട് വരും. ഞാൻ കാണിച്ചു തരാം. ഈ ചാപ്റ്റർ നിങ്ങൾ ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 ആണ്, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ എടുക്കണം കേട്ടോ. അതിന്റെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് വെച്ചേരെ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താ ഇത് തുടങ്ങാം, എന്താ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. വില്ലേജ് വേസ്റ്റ് നമ്മൾ മടുത്ത് അല്ലെ, വലിയൊരു ടോപ്പിക് ആയിരുന്നു. കുറച്ച് നമ്മൾ അറിയാതെ കുറച്ച് കാര്യങ്ങളൊക്കെ വേർഡ്സ് ഒക്കെ പഠിച്ചു. ഇത് കുറച്ചേ ഉള്ളൂ, 2-3 പേജ് കൊണ്ടൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ വില്ലേജ് വേസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി അല്ലെ? അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി അത് ഓർമ്മയിലൊക്കെ തന്നെ സൂക്ഷിക്കുക. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ, എന്തെങ്കിലും ക്ലിയർ ആവാനുണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലാസ് റൂമിലെ ക്ലാസ് കേൾക്കാം. ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറിയ ക്ലാസ് കേൾക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്ത് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് വെക്കാം. ഒന്നും പെൻഡിങ് വെക്കരുത്, കാരണം നെക്സ്റ്റ് ടൈമിന് അടുത്ത ക്ലാസ് അല്ലെ, ഓരോ ടീച്ചേഴ്സും എല്ലാ ക്ലാസ്സുകളും എടുത്ത് പോകുന്നുണ്ട്. നിങ്ങളെല്ലാം എന്താണ് പോയിന്റ്സും എന്താ പറയുക മനസ്സിലാക്കി വെക്കാം. അപ്പോ നമ്മുടെ സമയം ഏതാണ്ടായി അല്ലെ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അടുത്ത ക്ലാസ് ഇതാണോ, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണ് ഉള്ള കാര്യം ചോദിക്കൂ. അഞ്ചു എന്താണ് ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. ഇപ്പൊ നമുക്ക് 2-3 മിനിറ്റും കൂടി ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പറയാം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലേബലിംഗ് ആൻഡ് സിഗ്നേജ് ആണ് നിങ്ങളുടെ സംശയമെങ്കിൽ SIGNAGE, അതൊരു ചെറിയ ഷോർട്ടായിട്ട് കാണിക്കുന്നത്. അതായത് പബ്ലിക്കിനെ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നത്, പബ്ലിക്കിനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ലേബൽ ചെയ്ത് വെക്കുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. സിഗ്നേജ്, SIGNAGE, സിഗ്നേച്ചർ അല്ല കേട്ടോ. ആരോ എങ്ങനെയൊക്കെയാണ് ചോദിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ പെട്ടെന്ന് ക്ലിയർ ഔട്ട് ചെയ്യാൻ സാധിച്ചില്ല. Signage. What is the purpose of a labeling and signage in village waste management? അതിന്റെ മീനിങ് എന്താന്ന് മനസ്സിലായില്ലേ? പബ്ലിക്കിന് ഡിസ്പ്ലേ ചെയ്ത്, പബ്ലിക്കിനെ മനസ്സിലാക്കത്തക്ക വിധത്തില് ഇത് മെറ്റീരിയൽസ് എന്നൊക്കെ മനസ്സിലാകുന്ന വിധത്തിൽ അല്ലെ. നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നാൽ കണ്ടാൽ അറിയാം കുറെ ബോക്സുകളുണ്ട്. അപ്പൊ അതിലെല്ലാം പ്രത്യേകം അവര് ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഹസാർഡ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്നേജ്. ഓക്കെ, അതെ, സിഗ്നേജ് ആണ്, SIGNAGE. അതാണോ ഡൗട്ട്? ഓക്കെ ആണോ അഞ്ചു? ഓക്കെ, ഇനി എന്തെങ്കിലും? യെസ്, ഓക്കെ, ഗുഡ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ എന്താ നമ്മൾ എടുക്കുക. അപ്പൊ നിങ്ങൾ ഒന്ന് PDF ഒക്കെ ആയിട്ട് വരാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക്സ്.